ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഗോപ്രോയുടെ 3.5mm മൈക്ക് അഡാപ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മൈക്ക് അഡാപ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. മൈക്ക് അഡാപ്റ്റർ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഗോപ്രോയിൽ. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജാണ്. എല്ലാ ഗോപ്രോയുടെ വേർഷൻസിൽ ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഗോപ്രോ 8 മാത്രം അവരൊരു മീഡിയ സെൻറ്റർ ബോക്സ് അങ്ങനെ ഒരു സാധനം അവർ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ 2020 ജനുവരിയായി, എന്നിട്ടും അവർ ഇതുവരെ സാധനം ഇറക്കിയിട്ടില്ല. ഇറക്കിയാൽ തന്നെ ഇതിൻ്റെ അത്രയും തന്നെ പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും ഒരു സജസ്റ്റഡ് സാധനമല്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഈ സാധനം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ഹെഡ്ഫോൺ അല്ല മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും പൊട്ടിക്കാം. ഇത് ഞാൻ IMA സ്റ്റുഡൻറ്റിൽ നിന്നാണ് മേടിച്ചത്. IMA സ്റ്റുഡൻറ്റിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിരുന്നുള്ളൂ. പ്രൈസിൻ്റെ എല്ലാം അവൈലബിലിറ്റി വേറെ ഒരു സൈറ്റിലും സാധനം സ്റ്റോക്കില്ലായിരുന്നു. എന്താണെന്നറിയില്ല. എല്ലാവരും മേടിക്കുന്നത് കൊണ്ടാണോ അത് ആർക്കും ഓഡിയോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നല്ല മണ്ടളെ വരുന്നില്ല പെട്ടെന്ന്. ഇതും അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്തിരുന്ന പോലെ ബബിൾ റാപ്പ്, ഒരു IMA സ്റ്റുഡൻറ്റിൻ്റെ ഒരു വെൽക്കം കാർഡ്, ബില്ല്. ഇതും ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുണ്ട്. മൈക്ക് അഡാപ്റ്ററിന് ഭയങ്കര റേറ്റ്. എന്തിനാണ് ഇത്രയും പ്രൈസ് അവർ ഇടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. 5,000. വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം നമ്മളെപ്പോലുള്ളവർക്ക് ഇത് മേടിക്കേണ്ടതായിട്ട് വരും. ഇതാണ് സാധനം. ഇത്രയേ ഉള്ളൂ. ഈ ചെറിയൊരു സാധനത്തിൻ്റെയാണ്. ഇതാണ് സാധനം. ഇങ്ങനെ ഇരിക്കും. ജെനുവിനാണ്. കണ്ടോ, 3.5mm മൈക്ക് അഡാപ്റ്റർ. നോക്കാം അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ. ഒന്നുമില്ല, കാലി. ജസ്റ്റ് ഈ ഒരു അഡാപ്റ്റർ മാത്രം, വേറെ ഒന്നുമില്ല. എന്തിനാണ് ഇത്രയും പ്രൈസ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചെറിയൊരു കണക്റ്റഡ് ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ ഇതിനൊരു ഒരേ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, നമുക്ക് ഇതിലും ടൈപ്പ് C പോർട്ടുണ്ട്. നമുക്ക് ഇതുവഴിയും ചാർജ് ചെയ്യാൻ പറ്റും, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. മനസ്സിലായി. ഇതാണ് സാധനം ഗോപ്രോ. ഇത് നല്ല ക്വാളിറ്റിക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി. ഇതൊക്കെ നല്ല സ്ട്രോങ് സാധനമാണ്. ടൈപ്പ് C പോർട്ടാണ്. ഇവിടെ മൈക്ക് കണക്ട് ചെയ്യാം, ഇവിടെ ചാർജർ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ഗോപ്രോ ഹീറോ 8. ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഒരു മുകളിൽ വെക്കണം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഈ സൈഡിൽ വെച്ചാലും ശരിയാവില്ല. ഇത് എവിടെ വയ്ക്കുമെന്നാണ്. എവിടെയെങ്കിലും വെൽക്രോ വല്ലതും സെറ്റ് ചെയ്തിട്ട് തൽക്കാലം ടോപ്പിൽ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ മുകളിൽ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈ സ്വിച്ചിന് പ്രശ്നമില്ലാത്ത രീതിയിൽ ഇവിടെയാണ് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഊരാൻ ഇതിങ്ങനെ ഊരുക. ഇനി ഇത് ഇത് റിമൂവബിളാണ് കേട്ടോ. നമുക്കിതിങ്ങനെ ഓടിച്ചെടുക്കാം. ഇത് സംഭവം ഇതിങ്ങനെ ഓടിച്ചെടുക്കുന്നതല്ല. ഈ കേസ് ഞാൻ മാറ്റുന്നുണ്ട്. വേറെ കേസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ കേസ് അല്ല, ഇതിൻ്റെ അല്ല, വ്ളോഗിങ്ങിന് വേണ്ടി വേറൊരു കേസ് കിട്ടും. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിൽ നമുക്കിതെല്ലാം ഇത് വെക്കാനുള്ളൊരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് C ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഊരിയിട്ട് തിരിച്ച് കണക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. പാടാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഈ വയർ ഭയങ്കര കട്ടിയാണല്ലോ. ക്വാളിറ്റി ഇതായത് കൊണ്ട് ആ ബെൻഡ് ചെയ്ത് വരുന്നതിനുള്ള ഒരു പ്രശ്നം. ഇങ്ങനെ നമുക്കൊരു വെൽക്രോ ഇവിടെയും ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ ചാർജർ കണക്ട് ചെയ്യുക, ഇവിടെ ഹെഡ്ഫോൺ മൈക്കും കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽറ്റ് ബൈക്ക് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും.
പിന്നെ അല്ലെങ്കിൽ തൂക്കിയിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഹാങ്ങിങ് രീതിയിൽ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്, അതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഒരു വ്ളോഗിങ് കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നല്ലതാണ്. ആ വ്ളോഗിങ് കേസിൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതുവരെ കിട്ടിയിട്ടില്ല, കിട്ടിയാൽ ഉടൻ തന്നെ ഞാനത് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇത് നല്ല ക്വാളിറ്റി മെറ്റലാണെന്ന് തോന്നുന്നു. ഇത് മെറ്റൽ തന്നെയാണ് തോന്നുന്നു. നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല സാധനമാണ്. ഫിറ്റ് ചെയ്യാൻ എളുപ്പമായത്. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇതാണ് ഗോപ്രോ മൈക്ക് അഡാപ്റ്റർ. പ്രൈസിയാണ്, പക്ഷേ ഇതില്ലാതെ നടക്കത്തില്ല ഓഡിയോ, അല്ലെങ്കിൽ നല്ല ഓഡിയോ കിട്ടത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബോയയുടെ മൈക്കാണ്. ഈ മൈക്ക് എനിക്കിതിൽ ഡയറക്റ്റ് പ്ലഗ് ആവത്തില്ല. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് TRS കണക്ടറാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന മൈക്കെല്ലാം TRRS ആണ്. 3 റിങ് കാണും. അതിന് നമുക്കിവിടെ TRRSൽ നിന്ന് TRSലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ കൂടി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യത്തില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇത് മേടിച്ചത്. ഇത് ഞാൻ അൺബോക്സ് ചെയ്യാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നു. ഇത് റോഡിൻ്റെ ആണ്, ഇച്ചിരി പ്രൈസിയാണ്. റോഡിൻ്റെ ഈ ഒരു കേബിൾ ഇത്ര ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കരുത്, നല്ല പ്രൈസിയാണ്. 4000 അടുപ്പിച്ചുണ്ടാകും ഇതിൻ്റെ വില. ഇത് റോഡിൻ്റെതാണ്. ഇത് കണ്ടോ, ഇത് 3, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. 3 എണ്ണമാണ് TRRS. ഇത് TRS കേബിളാണ്, 2 എണ്ണേ ഉള്ളൂ. അത് ഇതിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതിൽ TRRS ആയിട്ടുള്ള ഏത് മൈക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. TRS പിന്നുള്ള മൈക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷേ അതൊന്നും ക്വാളിറ്റി ഉള്ളതല്ല, വളരെ ചീപ്പ് ചൈനീസ് പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ അതിനോട് എനിക്കത്ര അഭിപ്രായം ഞാൻ പറയുന്നില്ല, ഞാനത് യൂസ് ചെയ്തില്ല. ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല. വളരെ ചീപ്പാണ്, 200 റുപ്പീസിന് താഴെ ഉള്ളൂ. ബോയൊക്കെ ഒരു 800 അടുപ്പിച്ചായിട്ടുണ്ട്. ഇത് റോഡിൻ്റെ ആണ്. ഇതിൽ കണക്ടറിൽ ഒരു മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓക്കെ, ഇത് ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുമ്പോഴും ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യേണ്ടതെന്ന് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇറക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.